ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ 46 സൈസ് ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു അളവ് നൈറ്റിയും 3 നൈറ്റി ബിറ്റും കൂടി സെയിം അളവിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതിൽ ഈ റെഡ് കളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ് കേട്ടോ കാണിക്കുന്നത്. വേറെ 2 എണ്ണം കൂടി സെയിം അളവിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഞാനൊരു മെഷർമെൻറ്റ് ചാർട്ട്, അതായത് ഈ ചുരിദാർ മോഡൽ നൈറ്റിയുടെ മെഷർമെൻറ്റ് ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ താഴെ നിന്ന് അളന്നെടുത്ത് 51 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ഞാൻ കൂട്ടിയതേ 52.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കിതേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ താഴെ നിന്നാണ് നീളം അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അളവ് കിട്ടിയ നൈറ്റിയുടെ റോങ് സൈഡ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തതിന് ശേഷം ദേ ഇതുപോലെ ഷോൾഡർ ഒന്ന് പിടിച്ചു നോക്കാം. അപ്പോൾ എനിക്കിതിൽ 7.25 ഈ നൈറ്റിയിൽ സൈസ് ഷോൾഡറിൻ്റെ ലെങ്ത്ത് കാണുന്നത്. പ്ലസ് 1/2 ഇഞ്ച് സീം അലവൻസിനുള്ളത് ആ തയ്യൽ തുമ്പ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 7.25 ഞാനൊരു 8 ഇഞ്ചിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഷോൾഡർ അടിച്ചു പോകുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് അടിച്ചു പോകുമല്ലോ. അപ്പോൾ എന്തായാലും 7.25 പകരം 7.5 ആക്കിയിട്ട് ഞാൻ ഷോൾഡർ എടുത്തിട്ടുണ്ട്. അതെന്താ കാരണം എന്നും കൂടി ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ ലെങ്ത്ത് എത്രയാണ് എടുക്കുന്നത് അത്ര തന്നെ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹാഫ് എടുത്തതിന് ശേഷം ദേ ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ബാക്കിലെ ആം ഹോളിൻ്റെ കർവാട്ടോ, അത് ഞാൻ വരച്ചു. ഇനി അതിന് ശേഷം അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇപ്പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച്, അതായത് ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് കണ്ടോ, ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഫ്രണ്ട് പാർട്ടിയിൽ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അളവ് നൈറ്റിയിൽ ഫ്രണ്ട് നെക്കിന് 4.25 ഇഞ്ചും ബാക്കിൽ 2.5 ഇഞ്ചും മാത്രമാണ് ഇറക്കുണ്ടായിരുന്നത്. ഷോൾഡർ 7.25 വരുമ്പോഴത്തേക്കും അതുകൊണ്ട് അവർക്ക് അത് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടാവും. അതായിരിക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിലെ നെക്കിന് ഇറക്കം കൂടുതലായിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് ഷോൾഡറും 6 ഇഞ്ച് ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ഇറക്കവും 4 ഇഞ്ച് 3.5 ഇഞ്ചാണ് ഞാൻ സാധാരണ എടുക്കാറ്. ഒരു 4 ഇഞ്ച് 1/2 ഇഞ്ച് മാത്രം കൂടുതൽ ഞാൻ ബാക്ക് നെക്കിനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കത് ടൈറ്റായിട്ട് ഷോൾഡർ ഭാഗം സ്ലീവ് കയറി ഷോൾഡറിൻ്റെ അവിടേക്ക് കയറി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ബാക്കിലത്തെ നെക്കിന് ഇറക്കം കൂട്ടിയിടണേന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പക്ഷേ ബാക്കിൽ നെക്കിന് 4ഉം ഫ്രണ്ടിൽ 6 ഇഞ്ചും തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്തും നമ്മൾ 8 ഇഞ്ച് കൊടുത്തല്ലോ, അപ്പോൾ അത് അവർക്കത് കറക്റ്റായിട്ട് വരും. 11.5 ഇഞ്ച്, അപ്പോൾ അതായത് ടോട്ടൽ 23 ഇഞ്ചാണ് അത് ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾക്ക് നോക്കിയിട്ട് 11.5 ഇഞ്ച്, ആ 11.5 ഇഞ്ചിന് ചെസ്റ്റിൻ്റെ അവിടെ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ 11.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളിൻ്റെ ആ റൗണ്ടില്ലേ, അതൊന്ന് നമുക്ക് എത്രയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും 9.5 ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, 9.5 9.25 ഇഞ്ചോളം വരുന്നുണ്ട്. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ പിടിക്കാനുള്ളത് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ആ അളവ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. 9.25 നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്കൊരു 14 ഇഞ്ച്, അത് 13.5 14 ഇഞ്ചിലൊക്കെ എത്രയാണോ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അടിച്ചിട്ടുള്ള ഭാഗമില്ലേ, അവിടെ ഞാൻ ഇതുപോലെ ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുത്തതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേ കണ്ടോ, അപ്പോൾ അത് 22 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാൻ സാധാരണ കൊടുക്കാറുള്ള അളവുകൾ തന്നെയാണ് ഇതിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം 11.5 ഇഞ്ച് ചെസ്റ്റിനും 11 ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗത്തും
വരുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് കുറവ് മാത്രമാണ് വേസ്റ്റിൻ്റെ അവിടെ വരുന്നുള്ളൂ. 11.5 ആണ് ചെസ്റ്റിനെങ്കിൽ കണ്ടോ 11 ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 1.5 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച് കൂടുതൽ ഹിപ്പിൻ്റെ അവിടെ കൊടുക്കാം. ചെസ്റ്റിൻ്റെ 11.5 ആണെങ്കിൽ 12.5 13.5 2 ഇഞ്ച് കൂട്ടുമ്പോൾ 13.5 ഇഞ്ച് വരുമല്ലോ. വേണമെങ്കിൽ 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 13 ഇഞ്ചിൽ ഹിപ്പിൻ്റെ റൗണ്ടിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി സീം അലവൻസ് 1 ഇഞ്ച് കൂട്ടിയിട്ടതിന് ശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ചെറുതായി പോകും തോറും നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗമല്ലേ, സ്ലീവ് ഷോൾഡറിൻ്റെ അവിടത്തേക്ക് കയറി വരും. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗം ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നെക്ക് ചെറുതാക്കി എടുക്കുമ്പോഴത്തേക്കും സാധാരണ ഷോൾഡർ ലെങ്ത്തിനേലും കൂടുതൽ ഷോൾഡർ ലെങ്ത്ത്, അതായത് അവരുടെ ഷോൾഡർ ലെങ്ത്ത് ടോട്ടൽ എത്രയാണോ അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾക്ക് ഷോൾഡർ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ സാധാരണ 6 ഇഞ്ച് വേണമെങ്കിൽ 6.5 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് നെക്കിന് ഇറക്കം കൊടുക്കാം. 3.5 ഇഞ്ച് തന്നെ ബാക്കിൽ കൊടുത്താൽ നന്നായിട്ട് തന്നെ ഒരുവിധപ്പെട്ട സൈസുകളിൽ ഞാൻ ഇതുവരെ തയ്ച്ചു കൊടുത്തതിലൊക്കെ സെയിം ഈ അളവ് തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിലത്തെ പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ചു വെട്ടാനായിട്ട് വരച്ചിട്ടില്ലേ, അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുഴിച്ചു വെട്ടുന്നത് നമ്മളുടെ ഈ കോൺ ഭാഗത്ത് നിന്ന് ഒരു 1 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം കേട്ടോ. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന മെത്തേഡ് നിങ്ങൾക്കറിയാമല്ലോ. ഞാനൊരു 1/2 ഇഞ്ച് നമ്മുടെ ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതിയിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കാറുള്ളത്. സ്ലീവിൻ്റെ നീളം 6.5 ഇഞ്ചും 7 ഇഞ്ച് സ്ലീവ് റൗണ്ടിൻ്റെ വിഡ്ത്തും വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റിയുടെ സ്ലീവിൻ്റെ ഭാഗത്ത് 7 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്തും പിന്നെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3.5 ഇഞ്ചിൽ നിന്ന് താഴെ നമ്മൾ ആം ഹോൾ റൗണ്ട് ഒരു 9.25, അത് 9.5 ആയിട്ട് ഞാൻ കണക്കാക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് കുറച്ചു കേട്ടോ. സാധാരണ സ്ലീവിന് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ടോട്ടൽ ആം ഹോൾ റൗണ്ടിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് ആ 3.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആ സ്ലീവിൻ്റെ ആ ഷേപ്പില്ലേ, ഒരു കർവ് ഷേപ്പ് പോലെ വരുന്നത്, അതൊന്ന് വരച്ച് കൊടുക്കുക. സീം അലവൻസ് കൂട്ടിയിടുക. അതിനുശേഷം സ്ലീവ് റൗണ്ട് 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ഇട്ടതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചുരിദാർ മോഡൽ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കട്ടിങ്ങിനായിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി അത് കുഴിച്ച് വെട്ടുന്നത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ ആ പീസിൽ നിന്ന് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ജോയിൻ്റ് ചെയ്ത് ബാക്കിലെ നെക്കിൻ്റെ ഭാഗമില്ലേ അത് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഞാൻ എപ്പോഴും നെക്കിൻ്റെ ഭാഗം ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് വീതിയിലാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. കണ്ടോ, അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കി കൊടുക്കണം. നമ്മൾക്ക് ഒരു 1/2 ഇഞ്ച് നിർത്തി കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, അതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുക. അതിന് ശേഷം അപ്പോൾ ബാക്ക് നെക്കിൻ്റെ പണി കഴിഞ്ഞു. നമുക്കത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ടിൽ നെക്കിൻ്റെ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് വേറൊരു പീസ് തുണിയെടുത്ത് 3 ഇഞ്ച് വീതിയും താഴേക്ക് 6 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്ത് അതിൽ നമ്മളുടെ നെക്കിൻ്റെ ഷേപ്പില്ലേ ആ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അത് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഞാൻ ദേ സാധാ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. അതിനുശേഷം വേണ്ടോ ഇവിടെ നിന്ന് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഒരു 2 ഇഞ്ചാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം താഴേക്ക് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഒരളവോ ഇഷ്ടമുള്ള ഒരു ഷേപ്പും വരച്ചെടുക്കാം. ഞാൻ ഇതുപോലെ മുൻപും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് ഏതൊരു ഷേപ്പ് വേണമെങ്കിലും ഇതുപോലെ വരച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഇത് വരച്ചെടുത്തതിൻ്റെ നീളം കണ്ടോ, ഒരു 11 ഇഞ്ചാണ് വരുന്നത്. അതിന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്നും എന്നാൽ നല്ല ഭംഗിയായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം ആ റൗണ്ട് ഷേപ്പ് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ റോങ് സൈഡിൽ വെച്ചിട്ട്, നല്ല ഭാഗത്തല്ല കേട്ടോ, മറുഭാഗത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പാറ്റേണിൻ്റെയും നല്ല ഭാഗം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ, അതായത് ഫ്രണ്ട് പാർട്ടിൽ നല്ല ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് മറച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് അത് മറക്കേണ്ടതാണ്. കണ്ടോ, ഞാൻ അതിന് 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ ഫുള്ള് നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഇതിനിപ്പോൾ ക്യാൻവാസ് വേണമെന്നോ അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്കിതുപോലെ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ചെറുതായിട്ട് ഒന്ന് കട്ട്സ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്കതിനെ ഫ്രണ്ടിലേക്ക് നല്ല ഭാഗത്തേക്ക് ആക്കി ഒന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുക. അപ്പോൾ ഈ നൈറ്റി പീസിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്കിലും നല്ല റെഡ് കളറായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനപ്പോൾ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ പീസില്ലേ, ഈ മഞ്ഞ കളർ പീസിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഒന്ന് കൂടുതൽ വലിക്കുമ്പോൾ എനിക്ക് താഴെ നിന്നും ആ റെഡ് കളറ് നൈറ്റീരെ കളറില്ലേ അത് ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് പോലുമില്ല, പക്ഷെ ചെറുതായിട്ട് അത് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ അതത്ര കാണുന്നില്ല എന്നുള്ളൂ, പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്കും കഴുത്തിൻ്റെ ചുറ്റും ചെറിയ പൈപ്പിംഗ് പോലെ ഒരു റെഡ് കളറിൽ നമുക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് നമ്മൾ ഈ യെല്ലോ പീസിനെ നമ്മളൊന്ന് ചെറുതായിട്ട് അങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അത് ബാക്ക് ഭാഗം ഈ നമ്മളുടെ നൈറ്റി പീസിൻ്റെ ബാക്ക് പാർട്ടിൽ നല്ലൊരു റെഡ് കളറിൽ പൈപ്പിംഗ് ചെയ്ത പോലെ തന്നെ അത് വരുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ നെക്കിൻ്റെ ഫുൾ റൗണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഈ ചെയ്തെടുത്ത മഞ്ഞ ഈ തുണി ഉണ്ടല്ലോ അതിന് ഇതുപോലെ ഒന്ന് ഈ പാറ്റേൺ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഇതുപോലെ നമ്മളുടെ നൈറ്റി പീസിൽ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പകരം നമുക്ക് വേണമെങ്കിൽ നൈറ്റിയുടെ ലേസില്ലേ, ആ ലേസ് വേണമെങ്കിൽ ഇതിൻ്റെ അരുഭാഗത്ത് നമുക്ക് വെച്ചടിച്ച് മറയ്ക്കാവുന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ക്രോസ് പീസ് ഒരു 1/4 ഇഞ്ച് വീതിയുണ്ട്, ആ വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ജോയിൻ്റ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇതുപോലെ ഞാൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് വീതി എത്ര കുറച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അതല്ലാതെ വീതി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതലായിട്ട് വേണമെങ്കിലും ഇതുപോലെ ക്രോസ് പീസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് കണ്ടോ, ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തെടുത്ത പാറ്റേണിൻ്റെ ഒപ്പം ആ ഒപ്പത്തിന് വെച്ചിട്ട് നമ്മൾക്കപ്പോൾ ഏത് ഷേപ്പാണോ നമ്മൾ പാറ്റേൺ വെട്ടിയെടുത്തിട്ടുള്ളത് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾക്ക് ഈ ക്രോസ് പീസിനെ ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ,
ഇതുപോലെ കണ്ടോ, ഇപ്പോൾ ആ കർവ് ഷേപ്പ് വരുന്നിടത്ത് അതേ ഷേപ്പിന് തന്നെ പാറ്റേൺ നിൽക്കും. ഇനി അവിടെ ഒരു സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും ഷേപ്പ് ആണെങ്കിൽ അതും നമ്മൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതുപോലെ തന്നെ ഫുള്ള് ഞാൻ അടിച്ചെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് മുന്നും കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ. ഇതിനെ ഈ ക്രോസ് പീസിനെ നമ്മൾ അടിച്ചെടുത്തില്ലേ, അതിനെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല ഭംഗിയിൽ ഈ പീസ് നമ്മൾ വേറെ ഇതിൻ്റെ ഈ നൈറ്റിയുടെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം പാറ്റേൺ ചെയ്ത് വെച്ചതാണെന്നേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുള്ളൂ. അതല്ലാതെ ഇവിടെ ഒരു ക്രോസ് പീസിൻ്റെ ജോയിൻ്റാണെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവേ ഇല്ല. കണ്ടോ, നമുക്കിതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു ഷോ ബട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ആ കെട്ടില്ലേ വള്ളിയുമേ, അതാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ്റ് ചെയ്തു. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത്. കണ്ടോ, ആ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വെച്ചിരുന്നില്ലേ ബാക്കിൽ തന്നെയൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അതിനെ ഇതുപോലെ ഒന്ന് വെച്ചടിച്ച് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. 2 പ്രാവശ്യം വീതം അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലാണ് അതൊരു ഈട് നിൽക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിലേക്കൊന്ന് അങ്ങനെ ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നതല്ല, കസ്റ്റമർ പറഞ്ഞിട്ട് അവർക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ട് ചെറിയ കാണിയിൽ നല്ല ഫിനിഷിങ്ങിലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ച് വെട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഷേപ്പ് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും താഴെ ഭാഗത്ത് നിന്ന്, അതായത് 2 പീസ് തുണി മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, നമ്മളുടെ കട്ട് ചെയ്ത് പോവാതെ താഴ്ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണം. ഇനി ആ 9.5 ഇഞ്ചില്ലേ ആം ഹോൾ റൗണ്ടിൻ്റെ അവിടെ ഞാനൊന്ന് കട്ട് ചെയ്തു. ഇനി നമ്മൾ സാധാരണ സ്ലീവ് വയ്ക്കാനായിട്ട് സ്ലീവിൻ്റെ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്കും കുഴിച്ചു വെട്ടാത്ത ഭാഗം ബാക്കിലേക്കായിട്ട് വരുന്ന തരത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ അടിച്ചെടുക്കുക. ഇതുപോലെ 2 സ്ലീവും ഞാൻ അടിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്ത് ചെസ്റ്റിൻ്റെ അവിടെ 11.5യും വേസ്റ്റിൻ്റെ അവിടെ 11ഉം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതിൽ കൂടെ ഞാൻ 2 സൈഡും അടിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് താഴ്ഭാഗം ബോട്ടം ഭാഗമില്ലേ നൈറ്റീരെ, അതും കൂടി ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റീരെ ജോലിയൊക്കെ കഴിഞ്ഞു. കണ്ടോ, ഫുൾ റൗണ്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചുരിദാർ മോഡൽ നൈറ്റീരെ ഈ 46 സൈസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സാധാരണ ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളൂ. താങ്ക് യു.